ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പാനിപ്പൂരിയൊക്കെ കഴിക്കാറില്ലേ? പക്ഷേ അതുപോലെ പൂരി ഉണ്ടാക്കിയിട്ട് അതിലെ ഫില്ലിങ് ഞാൻ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവേ. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് റവ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്നൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഫൈൻ പൗഡറാക്കിയിട്ട് പൊടിക്കേണ്ട. ഇതുപോലെ ചെറുതായിട്ടൊന്ന് തരി വേണേ, അതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് റവക്ക് 2 ടേബിൾ സ്പൂൺ മൈദ കേട്ടോ, അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. പിന്നെ ഏകദേശം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നോർമൽ വെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി, ചുടുവെള്ളമൊന്നും വേണ്ടേ. പിന്നെ ഇതിലേക്ക് ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് വെള്ളം വേണ്ടി വരും. റവ ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പോൾ ഞാൻ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ട് അതിന് ശേഷം ഇതിൽ കുറച്ച് ഓയിൽ കൈമലാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ മേൽഭാഗത്തൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്കതിൻ്റെ ഇടയിൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്ങും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക കേട്ടോ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും, ഏകദേശം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി കൂട്ടിക്കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. ഇതും ഞാൻ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ചിക്കനിലൊക്കെ മസാല നന്നായിട്ട് പിടിക്കും. പിന്നെ ചെറിയ പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മസാല പിടിക്കുക. ഞാൻ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. എന്നിട്ട് ഞാൻ ചിക്കൻ്റെ പീസൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ചെറിയ പീസായതുകൊണ്ട് ഞാൻ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ചിക്കനൊക്കെ കുറേശ്ശെ വെള്ളം ഇറങ്ങും. അപ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുക. ഇനിയിപ്പോൾ അടച്ച് വെക്കേണ്ട, നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഞെരിച്ചെടുക്കാം. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ്റെ പീസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ വളരെ ചെറിയൊരു കഷ്ണം കാബേജും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള, തക്കാളിയൊക്കെ ചെറിയ പീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാനതൊന്നും ചേർത്തിട്ടില്ല. മക്കൾക്ക് ഒരുപാട് വെജിറ്റബിൾസ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ പിന്നെ കുറച്ച് പുളിയൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം തക്കാളി ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സവാളൊക്കെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മയോണൈസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കിയ മയോണൈസാണ്. മയോണൈസിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പറയാറുണ്ട് കേട്ടോ. ഇത് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ പാലും കൂടെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മക്കൾക്ക് കൊടുക്കുമ്പോൾ ഇതാവട്ടോ നന്നാവുക. ഇതിൽ അധികം ഓയിൽ ചേർക്കണ്ട. പിന്നെ ഇവിടെ മക്കൾക്കൊക്കെ മയോണൈസ് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ മയോണൈസൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മയോണൈസ് ചേർത്തിട്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിൻ്റെ പാകം ഒന്ന് നോക്കണേ. മയോണൈസിൽ ഉപ്പുണ്ട്, ചിക്കൻ വേവിച്ചപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് കുറവൊക്കെ ഉണ്ടെങ്കിൽ വളരെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫില്ലിങ്ങൊക്കെ റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മാവൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഞാനൊരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണേ. നല്ല നൈസാക്കിയിട്ട് പരത്തരുത്, കുറച്ചൊരു കട്ടിക്ക് വേണം കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ പാനിപ്പൂരിയൊക്കെ കഴിക്കൂലേ, അതിന് ഒക്കെയുള്ള പൂരി പോലെയാണ് കേട്ടോ ഈ പൂരി ഉണ്ടാക്കുന്നത്. പക്ഷേ പാനിപ്പൂരിയിൽ നമ്മൾ വേറെ ഫില്ലിംഗ് അല്ലേ റെഡിയാക്കുക. ഇതിൽ വെച്ച് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂടോടെ വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിതാ പരത്തിയിട്ട് ഈ ഒരു കനത്തിലാണ് കേട്ടോ ഞാൻ പരത്തിയെടുത്തത്.
എന്നിട്ട് ഇതാ ഇതുപോലൊരു അടപ്പ് വെച്ചിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പം മതിയാവുമേ. പിന്നെ ഈ സമയം ഞാൻ ഓയിൽ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് വലിപ്പം കുറവ് തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇതാ ഈ ഒരു വലിപ്പത്തിലും ഈ ഒരു കനത്തിലാണ് കേട്ടോ ഞാനിതാ പരത്തിയെടുത്തത്. ഇനി നമുക്ക് നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ടിടുക ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. നല്ല ചൂടായ ഓയിലിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നന്നായിട്ട് പൊള്ളിച്ച് വന്നിട്ടുണ്ട്. പിന്നെ തീരെ ഓയിലൊന്നും കുടിക്കൂല കേട്ടോ. അപ്പോൾ ഇതാ നല്ലൊരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്നും മാറ്റി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിതാ പെട്ടെന്ന് തന്നെ ഇത് കോരിയെടുക്കുക, ഓയിലിൽ നിന്നും മാറ്റി കൊടുക്കുക. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പാനിപൂരിയിലേക്കുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അത് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ്ങും അതുപോലെ തന്നെ പുളിയുടെ വെള്ളവും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ നമ്മുടെ പൂരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നന്നായിട്ട് നെരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതുപോലെ ചെയ്തിട്ട് ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ്സൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മയോണൈസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഒഴിക്കുന്നില്ല. ഇനി നമ്മുടെ ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാ അതിനുശേഷം ഞാൻ കുറച്ച് മയോണൈസ് മേൽഭാഗത്തും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നതോ ഇത്രയധികം മയോണൈസാണ് കേട്ടോ. ഈ മയോണൈസ് പ്രശ്നമില്ല. ഓയിലൊന്നും അധികം ഉപയോഗിക്കാതെ ഉരുളക്കിഴങ്ങും പാലും വെച്ചിട്ട് ഞാൻ ചെയ്തെടുത്താണ്. നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു മയോണൈസാണ് കേട്ടോ. കാരണം ഇതിൽ ഏകദേശം 1 ടീസ്പൂൺ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അങ്ങനെ ഇതാ ഇനിയിപ്പോൾ ഞാൻ ഏകദേശം മക്കൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പൂരിയിൽ മാത്രം ഫില്ലിങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേൽഭാഗത്തൊക്കെ കുറച്ച് മയോണൈസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാം ഇപ്പോൾ ചെയ്തെടുക്കുന്നില്ല. മക്കൾക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഇപ്പോൾ ചെയ്തെടുക്കുന്നുള്ളൂ. നമ്മൾ കഴിക്കാൻ സമയത്താണ് കേട്ടോ ഇത് ചുട്ടെടുക്കാനും അതുപോലെ തന്നെ ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാനൊക്കെ നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തണുത്ത് പോകും. തണുത്ത് പോയാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.